ചുവരെഴുത്തും പ്രചാരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കണ്ണൂർ ഇരിട്ടിയിൽ. ഏത് സ്ഥാനാർത്ഥി വിളിച്ചാലും അവർക്ക് വേണ്ടി ചുവരെഴുതാൻ തയ്യാറാണ് ശിവശങ്കരൻ എന്ന ഈ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 35 വർഷമായി ശിവശങ്കരന്റെ ജോലിയും ഇതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രചാരണത്തിന് പലതുണ്ട് വഴികൾ. ഫ്ലക്സ് ബോർഡുകളും സോഷ്യൽ മീഡിയ റീലുകളുമെല്ലാമായി കളം നിറഞ്ഞു കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിലെ പുത്തൻ ട്രെൻഡുകൾക്കൊപ്പം ചുവരെഴുത്തുകളും സജീവം തന്നെ. ചുവരെഴുത്തും പ്രചാരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഇനി. കണ്ണൂർ ഇരിട്ടി നഗരസഭ കീഴൂർക്കുന്ന് വാർഡിലെ BJP സ്ഥാനാർത്ഥി ശിവശങ്കരൻ കാക്കര. സ്വന്തം പ്രചാരണത്തിനും മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനുമെല്ലാം ശിവശങ്കരൻ ചുവരെഴുതും. വീടുകൾ കയറുന്ന തിരക്കാണെങ്കിലും കഴിഞ്ഞ 35 വർഷമായി ചെയ്യുന്ന ജോലിയെ കൈവിടാൻ തയ്യാറല്ല ഈ സ്ഥാനാർത്ഥി. 7 മണി മുതൽ 9:30 മണി വരെ നാട്ടിൽ സമ്പർക്കം. ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോകാൻ പാടില്ല. ഇത് നമുക്ക് പ്രസ്റ്റീജ് സീറ്റാക്കി മാറ്റാം. കാരണം നമ്മൾ ഇലക്ഷനിലൂടെ നമ്മൾ ഒന്നാമതായി ജനങ്ങളെ സമൂഹത്തിനെ അറിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പിലൂടെ. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിന് ശേഷം തയ്യാറാക്കി വെച്ച മതിൽ ലക്ഷ്യമാക്കി ബുള്ളറ്റിൽ എത്തും. വര കഴിഞ്ഞാൽ വീണ്ടും സ്വന്തം വാർഡിലെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടം. ഞാൻ 35 വർഷമായിട്ട് ചെയ്യുന്ന ഫീൽഡായത്. അപ്പോൾ ഇത് എൻ്റെ സഹോദര തുല്യമായ പ്രജുവിന് വേണ്ടിയിട്ടും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടും എങ്ങനെയെല്ലാം പ്രചാരണം നടത്താൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം വരച്ചു കൊടുക്കുക, എഴുതി കൊടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തുകൊണ്ടേയിരിക്കലാണ്. അത് തുടർന്ന് അങ്ങോട്ടേക്ക് ഇനി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. ഇത്തവണ ഇരിട്ടി നഗരസഭയിലെ തന്നെ അത്തിത്തട്ട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രജുവിന് വേണ്ടിയാണ് കൂടുതൽ ചുമരെഴുതുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഫ്ലക്സ് ബോർഡുകളും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. പേപ്പർ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ആൾക്കാരെ ആകർഷിക്കാൻ ഈ ചുമരെഴുത്തുകളോളം ബോർഡുകൾക്ക് സാധിക്കുമോ എന്ന് സംശയം തോന്നാറുണ്ട്. കലയായിട്ടാണ് നമുക്കിതിനെ, മറ്റൊക്കെ യന്ത്രവൽകൃതമായിട്ട് നമ്മൾ ഫ്ലക്സ് ബോർഡുകളൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് മനുഷ്യന്റെ കലാപരമായ സൃഷ്ടിയാണ് ഈ ചുമരെഴുത്തുകൾ. അപ്പോൾ അതിനെ നമുക്ക് നിലനിർത്താനും കൂടി ഇത്തരത്തിലുള്ള ചുമരെഴുത്തുകൾ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഈ ഒരു ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനം മാറിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുണ്ട്. സ്വന്തം വാർഡിൽ ചുവരെഴുതാൻ പറ്റിയ മതിലുകൾ കുറവായത് കാരണം സ്വയം ഡിസൈൻ ചെയ്ത് എഴുതിയുണ്ടാക്കിയ ബോർഡുകളാണ് ശിവശങ്കരൻ കൂടുതലായി ഇത്തവണ ഉപയോഗിക്കുന്നത്. ഏത് പാർട്ടിക്കാർ വിളിച്ചാലും ചുവരെഴുതാൻ റെഡിയുമാണ് ഈ കലാകാരൻ. ന്യൂസ് മലയാളം, കണ്ണൂർ.